നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ആൻറ്റിക് ബോട്ടിലാണ്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബോട്ടിൽ, ഫെവിക്കോൾ, കുറച്ച് ടിഷ്യൂ പേപ്പർ, സാമ്പാർ ദാൽ. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് നമുക്ക് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വേണ്ടത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ബോട്ടിൽ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്ത് വെച്ചേക്കാണിത്. ഇതിനകത്ത് നമ്മൾ ടിഷ്യൂ പേപ്പർ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ആദ്യമായിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പർ എടുക്കുക. അത് വലുതായിട്ട് കീറുക. ഇത് കുറച്ച് ഫെവിക്കോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇനി നമ്മൾ ബോട്ടിലിൻ്റെ അകത്ത് നമ്മൾ കീറി വെച്ചേക്കുന്ന ടിഷ്യൂ ഒട്ടിച്ചു കൊടുക്കണം. കുറച്ച് ചുളുക്കമൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തേക്കുന്നത്. ഒന്ന് ഒട്ടിക്കുമ്പോഴും ഇച്ചിരി ഒന്ന് ചുളുക്കമൊക്കെ വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ ഏകദേശം എല്ലായിടത്തും ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ഇത് നല്ലതുപോലെ ഡ്രൈ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ബോട്ടിൽ ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ അകത്ത് ഡിസൈൻ വരച്ച് കൊടുക്കാം. നമ്മൾ ഡിസൈനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്കിനി ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്കോൾ വെച്ച് നമ്മൾ ഒട്ടിക്കുകയാണ്. ഇത് വൂളാണ്. അപ്പോൾ നമ്മൾ സാമ്പാർ ദാൽ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ശരിക്കും ഒന്ന് ഡ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫാബ്രിക് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ബ്ലാക്ക് ഫാബ്രിക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. 2 കോട്ട് അപ്ലൈ ചെയ്യണം. ഇത് ഏകദേശം നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. നല്ലതായിട്ട് ഉണങ്ങിയതിന് ശേഷം മെറ്റാലിക് ഗോൾഡ് കളറാണിത്, അത് അപ്ലൈ ചെയ്യുക. ബ്രഷ് ഒന്നും വേണ്ട, ജസ്റ്റ് കൈ കൊണ്ടൊന്ന് തൊട്ടാൽ മാത്രം മതി. ഗോൾഡൻ കളർ നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തു. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ആൻറ്റിക് ലുക്കും ഉണ്ട്. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക.